ഹലോ, കിങ്ങിണിയും ഞാനും ഒന്ന് ഞങ്ങളുടെ ചെറിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തായി ഇളക്കിക്കൊണ്ടിരിക്കുന്നതെന്നല്ലേ നിങ്ങൾ നോക്കുന്നത്. ഇന്ന് ചെറിയൊരു തീയൽ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കറിക്ക് നമുക്ക് വേറൊന്നും കിട്ടിയില്ല എങ്കിലും ഉള്ള പച്ചക്കറിയെല്ലാം വെച്ചിട്ട് നമുക്കും ഒരു തീയൽ കാട്ടിക്കൂട്ടിയെടുത്താലോ. അപ്പോൾ അതേണ്ട വേറൊന്നുമില്ല. ഞാനൊന്ന് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങയും ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. കുറച്ചൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ നമുക്കൊന്ന് ഇടാം. പൊടികളെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി, ഒരു 1.5 ടീസ്പൂണാണ് മുളക് പൊടി, ഒരു സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി എനിക്ക് മല്ലിപ്പൊടിയായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവൻ മല്ലി തന്നെ ഇട്ടേക്കുന്നത്. പിന്നെ ഒരു തക്കോല ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഈ ചെറിയ കടുക് പോലത്തെ സാധനത്തിൻ്റെ പേരറിയില്ല. പിന്നെ പട്ട, പിന്നെ അതെന്താണ്, പെരുംജീരകം, കുറച്ച് ബേ ലീഫ് എല്ലാം കൂടി ഇടുകയാണ്. അമ്മ ഇട്ടോ. അമ്മ എൻ്റെ അടുത്ത് പറയണ ചെറിയ സാധനം ഈസ്റ്റ് ആണെന്ന്. ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല ഇതിൻ്റെ പേര് ഈസ്റ്റ് ആണെന്ന്. അമ്മയ്ക്ക് തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇതിനെ നല്ല രീതിക്കൊന്ന് മൂപ്പിച്ചിട്ട്, നമുക്ക് ഇളക്കാനൊക്കെ പേടിയാണെന്ന് തോന്നുന്നു. കാരണം വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ട്. ശരിയാവൂലേ, കാരണം നമ്മളെ ആദ്യത്തെ പരിപാടിയാണല്ലോ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കുറച്ച് ഒഴിച്ച് ഇങ്ങനെ ആകുമ്പോഴേ നമുക്ക് കുറച്ച് എണ്ണയുടെ ആവശ്യം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇവിടെ അസുഖക്കാരേ ഉള്ളൂ. അത് കാരണം നമുക്ക് എണ്ണയും മുളക് പൊടിയും എല്ലാം, ഉപ്പ്, പുളി ഇതെല്ലാം കുറച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് എല്ലാം കൂടി മൂത്തിട്ടുണ്ടല്ലേ അമ്മ? ഏകദേശം മൂത്തിട്ടുണ്ട്. അപ്പോൾ അത് മതി. ഇനി അടുത്ത എന്താ പരിപാടി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചക്കറി അത്യാവശ്യം കുറച്ച് കത്തിരിക്കയുണ്ട്, ഇച്ചിരി ക്യാരറ്റുണ്ട്, പിന്നെ വെണ്ടയ്ക്കയല്ലേ അമ്മ? വെണ്ടയ്ക്ക, പടവലങ്ങ, നമ്മുടെ കയ്യിൽ വീട്ടിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ. അല്ലാതെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പരാജയം എന്തെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ഇടാനില്ല. അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് 1-2 ഉള്ളി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാത്രത്തിൽ ഇത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. ഇച്ചിരി കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടേണ്ടതുണ്ട്. അതെല്ലാവരും ഓർത്ത് തന്നെ ചെയ്യണം കേട്ടോ. നിങ്ങൾ വിചാരിക്കുമല്ലേ തീയലെന്ന് പറഞ്ഞിട്ട് ഇതെന്താണ് ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന്. ഇത് അതിൻ്റെ ഇടയ്ക്ക് ഒരു 5 ചാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പൊരിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചതാണ്. ആരും വന്നെന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ വരാം. അപ്പം നമുക്ക് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് നമ്മളെല്ലാം കൂടി വറുത്തില്ലേ, അതെല്ലാം കൂടി അരച്ചതാണ്. അതെടുത്തൊഴിച്ച് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. വാളംപുളി കുറച്ച് ആവശ്യത്തിന് മതി, കുറച്ചെടുത്ത് വെച്ചിരുന്നതിന് കലക്കി ഇതിലേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി. വെള്ളം ഇത്രയും മതിയമ്മ. ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും കൂടെ കുറച്ച് നോക്കണം. ഉപ്പില്ല എങ്കിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ കടുക് വറുക്കാനുള്ള തയ്യാറെടുപ്പിലോട്ട് പോവുകയാണ്. അത്യാവശ്യം കുറച്ചെണ്ണ മതിയെന്ന് പറഞ്ഞിട്ട് ആവശ്യത്തിലേറെ എണ്ണ അമ്മ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. കടുക് വറുക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ അതാ പ്രത്യേകിച്ച് ആരടുത്തൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അമ്മ ഞാനൊന്ന് മാറി നിൽക്കണം, ഇല്ലെങ്കിൽ വീഡിയോയും എൻ്റെ മുഖവും കൂടി ഇപ്പോൾ പോകുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ കടുക് ഇട്ട് കടുക് പൊട്ടുന്ന ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തെറിച്ച് എൻ്റെ കയ്യിലൊക്കെയാണ് തെറിച്ച് വീഴുന്നത്. ചെറിയ ഉള്ളി ഇനി അകന്ന് നിന്നില്ലെങ്കിൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് ഞാനൊന്ന് അകന്ന് തന്നെ നിൽക്കാമെന്ന് വിചാരിച്ച്.
ഒന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. ഓ, പുക കാരണം ഒന്നും കാണാൻ പറ്റില്ല. സൂപ്പറായിട്ടുണ്ട്. കറി നല്ല വറ്റി. ഇത്രയും മതിയല്ലോ അമ്മ, ഇനി വറ്റിക്കണ്ടല്ലോ. ഇത്രയും കറി ചാറിരിക്കട്ടെ. അപ്പം ഞാൻ കുറച്ച് മുൻപ് നോക്കിയായിരുന്നു. അപ്പോൾ ഉപ്പും എല്ലാം പാകത്തിന് തന്നെ ഉണ്ട്. അപ്പോൾ അത് തീയൊക്കെ ഓഫാക്കി. എന്നാലും ഭയങ്കരമായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വിടാൻ ഉദ്ദേശമില്ല എന്നുള്ള രീതിക്ക് തന്നെ തിളച്ച് മറിയുകയാണ്. പിന്നെ ഇവിടെ കടുക് വറ അതും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരടുപ്പിൽ കറി, ഒരടുപ്പിൽ കടുക് വറുക്കുന്നു. അപ്പോൾ ഏകദേശം മൂത്തിട്ടുണ്ട്. ആ ഷൂ എന്ന മണം വന്നിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അടച്ച് വെച്ചേക്കണം. പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കടുക് വറുത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ കുറച്ച് നേരം അടച്ച് വെക്കണം, എന്നാൽ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് അതിലിറങ്ങും. അങ്ങനെ കൂട്ടുകാരെ, എൻ്റെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിനി ചോറൊക്കെ കഴിക്കട്ടെ. നിങ്ങൾക്ക് ഇതുപോലുള്ള തട്ടിക്കൂട്ട് കറികളൊക്കെ ഒന്ന് റെഡിയാക്കണമെങ്കിൽ എൻ്റെ റെസിപ്പി ഫോളോ ചെയ്യാം കേട്ടോ. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഷെയർ ചെയ്യില്ലേ, കമൻറ്റ് ചെയ്യില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.